NCERT 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് വൺ പറയുന്നത് ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്തിനായിരിക്കും? സ്റ്റീൽ തവിക്കായിരിക്കും. കാരണം എന്താണ്? അവിടെ ലോഹത്തിൻ്റെ താപചാലകതയാണ് പറയുന്നത്. ഓക്കെ, ലോഹത്തിൻ്റെ താപചാലകത. എന്നാൽ ഇടിമിന്നൽ പോലുള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ നമ്മൾ തൊടാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം എന്തായിരിക്കും? അത് വൈദ്യുത ചാലകതയാണ്. ഓക്കെ, വൈദ്യുത ചാലകതയാണ് ലോഹങ്ങളുടെ സവിശേഷതയാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുകൊണ്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗപ്പെടുത്തുന്ന ലോഹത്തിൻ്റെ സവിശേഷത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഹാമർ, ഒരു ചുറ്റിക തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഉപയോഗിക്കുന്നത്? കാഠിന്യമാണ്. ഏതാണ്? കാഠിന്യമാണ് സവിശേഷത എന്ന് പറയുന്നത്. അടുത്തത് താപചാലകയ്ക്ക് ഉദാഹരണം തന്നു. അതിന് വൈദ്യുത കമ്പികൾ തന്നിട്ടുണ്ട്. അപ്പോൾ വൈദ്യുത കമ്പികൾ എന്ന് പറയുമ്പോൾ എന്താണ്? വൈദ്യുത ചാലകതയാണ്. ഓക്കെ, വൈദ്യുത ചാലകതയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അടുത്തത് ആഭരണങ്ങൾ തിളക്കം തന്നു, ബെല്ലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? സൊണോരിറ്റിയാണ്. സൊണോരിറ്റിയാണ് സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ശബ്ദത്തെ പുറത്തേക്ക് വിടാൻ കഴിയുന്ന കഴിവാണ് ലോഹത്തിനുള്ള, പുറത്തേക്ക് വിടാൻ കഴിയുന്ന ലോഹത്തിൻ്റെ കഴിവാണ് ഇത് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് മാലിയബിലിറ്റി ആണ്. മാലിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മാലിയബിലിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങളെ നമ്മൾ അടിച്ചു പരത്തിയിട്ട് തകിടുകളാക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് എന്ത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് ഏതെന്ന് പറയുന്നത്? സ്വർണം എന്ന് പറയുന്നത്. ഓക്കെ, മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് സ്വർണത്തിനാണ്. ദെൻ നമുക്ക് ഉദാഹരണങ്ങൾ തന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ലോഹത്തിന്റെ മാലിയബിലിറ്റി അടിസ്ഥാനമാക്കിയിട്ടാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഉദാഹരണം നമുക്ക് ഇത് തന്നെ എടുക്കാം. ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്ന അലുമിനിയം ഫോയിൽ. ഓക്കെ, അതിൻ്റെ സവിശേഷത എന്താണ്? മാലിയബിലിറ്റിക്ക് ഉദാഹരണമാണ് അലുമിനിയം ഫോയിൽ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഉദാഹരണം പറയാൻ കഴിയുക എന്താണ്? അടിച്ചു പരത്താൻ കഴിയുന്നതിന് ഉദാഹരണമാണിത്. ഫർണിച്ചേഴ്സ്, നമ്മൾ ഫർണിച്ചറുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫർണിച്ചർ, മേശ, കസേര എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്താണ്? ലോഹത്തിൻ്റെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്നൊരു സവിശേഷതയാണ്. ഓക്കെ, അടുത്തത് ഡക്റ്റിലിറ്റി ആണ്. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് എന്ത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഓക്കെ, ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനം. അതുപോലെ തന്നെ സ്വർണ്ണം, ചെമ്പ് മുതലായവയൊക്കെ എന്താ നമുക്ക് നേർത്ത കമ്പികളാക്കി മാറ്റാം എന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ, സ്വർണത്തിനും ചെമ്പിനും നമുക്ക് നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. പക്ഷേ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണവും പ്ലാറ്റിനവുമാണ്. ഓക്കെ, ഇനി ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അവയിൽ ചിലത് ലിസ്റ്റ് കൊടുക്കണം. വൈദ്യുത കമ്പികളുണ്ട്. നമ്മൾ വൈദ്യുത കമ്പികൾ, ആഭരണങ്ങളൊക്കെ എന്താണ്? ഡക്റ്റിലിറ്റിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. കമ്പികൾ എടുക്കാം. ഓക്കെ, ഇത്രയും മതി ഡക്റ്റിലിറ്റിക്ക് ഉദാഹരണമായി. ഇനി ഇവിടെ ഓൾറെഡി നമുക്കൊന്ന് തന്നിട്ടുണ്ട്. എന്ത്? ബൾബിൻ്റെ ഫിലമെൻ്റ് ആയിട്ടുള്ള ടങ്സ്റ്റൺ. ഓക്കെ, അപ്പോൾ ബൾബിൻ്റെ ഫിലമെൻ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ബൾബിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ടങ്സ്റ്റനെ നേരത്തെ കമ്പികളാക്കി മാറ്റുന്നതും അതിൻ്റെ എന്ത് പ്രയോജനപ്പെടുത്തിയിട്ടാണ്? ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ലോഹത്തിൻ്റെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തിയിട്ടാണ് ബൾബിലെ ഫിലമെൻ്റ് ആയിട്ടുള്ള ടങ്സ്റ്റൺ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവയിൽ ഈ തന്നിരിക്കുന്ന മടക്കിയെടുത്ത ഒരു കടലാസ് കഷ്ണം, പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ ഒരു കഷ്ണം, റേസർ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം, നേരത്തെ ഇരുമ്പ് കമ്പി, അലുമിനിയം കമ്പി, ഇതിൽ ഏത് കൂടെയാണ് വൈദ്യുതി കടത്തിവിടാൻ കഴിഞ്ഞിട്ട് ബൾബ് നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ മടക്കിയെടുത്ത കടലാസ് കഷ്ണത്തിലൂടെ കഴിയില്ല, പ്ലാസ്റ്റിക് സ്കെയിലൂടെ നമുക്ക് കഴിയില്ല. പക്ഷേ റേസർ ബ്ലേഡിൻ്റെ കഷ്ണത്തിലൂടെയും നേരത്തെ ഇരുമ്പ് കമ്പിയിലൂടെയും അലുമിനിയത്തിലൂടെയും നമുക്ക് വൈദ്യുതി കടത്തിവിട്ട് ബൾബ് പ്രകാശിപ്പിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തിവിടുന്നു. പക്ഷേ വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ പോലും എല്ലാ ലോഹങ്ങളും ഒരേ രീതിയിലല്ല എന്ത് ചെയ്യുന്നത്? വൈദ്യുതി കടത്തിവിടുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. എന്താണ് വൈദ്യുത ചാലകത? ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് എന്ത് പറയുന്നത്? വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങൾക്കും എന്തുണ്ട്? എല്ലാ ലോഹങ്ങളും എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം, ഓക്കെ, ലോഹങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച വൈദ്യുത ചാലകമാണ് ഇത്? വെള്ളി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച വൈദ്യുത ചാലകമാണ്. അപ്പോൾ ഇനി ഓർഡറിൽ തന്നിട്ടുണ്ട് ഏറ്റവും കൂടിയതിൽ നിന്ന് കുറവിലോട്ടുള്ള ഒരു ബോക്സ് തന്നിട്ടുണ്ട്. വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത. അത് കഴിഞ്ഞാൽ ചെമ്പ്, സ്വർണം, അലുമിനിയം എന്നുള്ള രീതിയിൽ കുറഞ്ഞു പോകുന്നു. ഓക്കെ, ഇനി
വീടുകളിൽ വൈദ്യുത വയറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ചെമ്പാണ് നമ്മുടെ വീടിനുള്ളിലുള്ള വയറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം നമ്മൾ പൊതുവിതരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുത ലൈനുകളിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹമാണിത്, അലുമിനിയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും വെള്ളി ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ വെള്ളി എന്ന് പറയുന്നത് നല്ല വിലപിടിപ്പുള്ളതാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് കുറഞ്ഞ അളവിലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് വെള്ളി ഉപയോഗിക്കാത്തത്. ഇനി താപചാലകത എന്ന് പറയുന്നതാണ്. താപചാലകത പൊതുവെ നമ്മൾ കാണുന്നത് പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ അതിൻ്റെ താപചാലകത എന്ന് പറഞ്ഞ സവിശേഷതയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണ് എന്തു പറയുന്നത്? താപചാലകത. ഇവിടെ കൊടുക്കുന്ന താപം കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ താപചാലകത, ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഓക്കെ, താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത്? താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങളിലെ ഏറ്റവും മികച്ച താപചാലകം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? വെള്ളി തന്നെയാണ് ലോഹങ്ങളിലെ ഏറ്റവും മികച്ച താപചാലകവും. അപ്പോൾ താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം, ചെമ്പ് എന്നിവ. നമ്മൾ പാത്രങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അലുമിനിയം, ചെമ്പ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അലുമിനിയം, ചെമ്പും എന്താണ്? താപചാലകത ഉള്ളവയാണ്. അപ്പോൾ പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ അലുമിനിയം വ്യാപകമായി ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ഓക്കെ, നമുക്കറിയാം ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് അലുമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ അലുമിനിയം നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്, അതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യുന്നത്, അലുമിനിയത്തെ ഉപയോഗിക്കുന്ന. അലുമിനിയം നല്ലൊരു താപചാലകതയുള്ള ലോഹം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകമാകിയിട്ട് ഉപയോഗിക്കുന്നത് വെള്ളിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ള ലോഹവും വെള്ളി തന്നെയാണെന്നുള്ളത് ഇവിടുന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കുള്ളത് ലോഹങ്ങളുടെ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ കൂടിയിട്ട് എന്ത് പറയുകയാണ്? ഒരു അലോഹമായിട്ടുള്ള കാർബണിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ അലോഹമായിട്ടുള്ള കാർബണിൻ്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. ഓക്കെ, വജ്രവും ഗ്രാഫൈറ്റും എന്താണ്? അലോഹമായിട്ടുള്ള കാർബണിൻ്റെ രണ്ട് രൂപാന്തരങ്ങളാണ്. അപ്പോൾ വജ്രത്തിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും സവിശേഷത പറഞ്ഞു കഴിഞ്ഞാൽ താപചാലകത ഏറ്റവും കൂടിയ പദാർത്ഥമാണ് ഇത് വജ്രം എന്ന് പറയുന്നത്. ഓക്കെ, താപചാലകത ഏറ്റവും കൂടിയ പദാർത്ഥമാണ് വജ്രം. എന്നാൽ ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകതയുള്ളതാണ്. ഓക്കെ, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഉയർന്ന വൈദ്യുത ചാലകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് നമ്മളൊരു ഇലക്ട്രോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോഡായി യൂസ് ചെയ്യുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഇത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ താപചാലകത ഏറ്റവും കൂടിയ പദാർത്ഥമാണ് ഇത് വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് മുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വജ്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്ലാസുകൾ മുറിക്കുന്നത്. അത് വജ്രത്തിൻ്റെ എന്ത് സവിശേഷതയാണ് ഉപയോഗിക്കുന്നത്? കാഠിന്യമാണ്, അതിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. ഓക്കെ, വജ്രത്തിൻ്റെ ഉയർന്ന കാഠിന്യമാണ്. അപ്പോൾ വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് വ്യത്യസ്തമായാണ്. അതാണ് അത് അവയുടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതയ്ക്കും കാരണം എന്നുള്ളതാണ്. അപ്പോൾ അലോഹമായിട്ടുള്ള കാർബണിൻ്റെ രണ്ട് രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോഡായി യൂസ് ചെയ്യുന്നു. വജ്രം എന്ന് പറയുന്ന താപചാലകത കൂടിയതാണ്. അതിൻ്റെ കാഠിന്യം കണക്കിലെടുത്ത് നമ്മൾ ഗ്ലാസ് മുറിക്കാൻ എന്ത് ഉപയോഗിക്കുന്നു? വജ്രം ഉപയോഗിക്കുന്നു. അടുത്തത് സൊണാരിറ്റിയാണ്. എന്താണ് സൊണാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണിമുഴക്കം അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതര ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് എന്തുണ്ട്? ഒരു കഴിവുണ്ട്. ഈ കഴിവിനെയാണ് നമ്മൾ സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉപരിതലത്തിലൊരു കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത് പറയുന്നത്? സൊണാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ലോഹദ്യുതിയാണ്. അതായത് ഇരുമ്പാണി എടുത്ത് സ്റ്റാൻഡ് പേപ്പറിൽ ഉരಸಿ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ കഴിയും, തിളക്കം കാണാൻ കഴിയും. സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? പ്രതലം തിളക്കമുള്ളതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയുള്ള ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ തിളക്കമാണെന്ത്? ലോഹദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ, ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ തിളക്കമാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇനി ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴാണ് ലോഹദ്യുതി. അതായത് എല്ലാ ലോഹങ്ങളിലും ലോഹദ്യുതി എങ്ങനെയല്ല? ഒരുപോലെയല്ല. ഓക്കെ, ഒരുപോലെയല്ല. അപ്പോൾ ലോഹദ്യുതി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാനും വിഗ്രഹങ്ങൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഹങ്ങൾ യൂസ് ചെയ്യുന്നത് ലോഹദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ നമ്മൾ ലോഹദ്യുതി കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കാഠിന്യമാണ് നമ്മൾ പറയുന്നത്. ഹാർഡ്നെസ്. എന്താണ് കാഠിന്യം? സോഡിയം ലോഹം കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് മുറിക്കാൻ കഴിയും. എന്നാൽ ചെമ്പ്, അലുമിനിയം ഒന്നും ചെയ്യില്ല. കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുറിക്കാൻ കഴിയില്ല. അപ്പോൾ ലോഹങ്ങളുടെ കാഠിന്യത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ എന്താണ്? മൃദുലോഹങ്ങളാണ്. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്താണ്? മൃദുലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കാഠിന്യം കുറവുള്ള ലോഹമാണ്. ഓക്കെ, പൊതുവെ ലോഹങ്ങൾക്കൊക്കെ എന്താണ്? കാഠിന്യമുള്ളവയാണ്. ഓക്കെ, പൊതുവെ ലോഹങ്ങൾ എന്താണ്? കാഠിന്യമുള്ളവയാണ്. പിന്നെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് നമ്മുടെ പ്ലാറ്റിനം, ചെമ്പ്, അലുമിനിയം, സ്വർണ്ണം എന്നൊക്കെ പറയുന്നത്. ഇനി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നവയാണ് ആരൊക്കെയെന്ന് പറയുന്നത്? മെർക്കുറി, ഗാലിയം, സീസിയം. ഓക്കെ,
മെർക്കുറി, ഗാലിയം, സീസിയം. അതായത് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. ഓക്കെ, ലോഹങ്ങൾക്ക് പൊതുവെ എങ്ങനെയാണുള്ളത്? ഉയർന്ന ദ്രവനിലയാണുള്ളത്. എന്നാൽ ഗാലിയം, സീസിയം ഒക്കെ ആരൊക്കെയാണ്? ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയിലുള്ള ലോഹങ്ങളാണ്. ഓക്കെ, താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഗാലിയവും സീസിയവും താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ അവ ഉരുകുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണ്, എന്നാൽ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ് ഗാലിയം, സീസിയം എന്നിവ. ഇനി അടുത്തത് ലോഹങ്ങൾക്ക് എങ്ങനെയാണ്? പൊതുവെ ഉയർന്ന തിളനിലയാണുള്ളത്. ഓക്കെ, ലോഹങ്ങൾക്ക് എങ്ങനെയാണ്? ഉയർന്ന തിളനിലയാണുള്ളത്. ഇനി അടുത്തത് ഇരുമ്പാണി, അലുമിനിയം കമ്പികൾ, നമ്മൾ മരക്കഷ്ണം അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ലോഹങ്ങളൊക്കെ അടിയിൽ പോയിട്ട് കിടക്കും. അപ്പോൾ എന്താണ്? ലോഹത്തിന് എന്തുണ്ട്? ഉയർന്ന സാന്ദ്രതയുണ്ട്. ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ്? ഉയർന്ന സാന്ദ്രത. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് ആർക്കാണ്? ലോഹത്തിനാണ്. അപ്പോൾ ലോഹം അടിയിൽ പോയി. അപ്പോൾ എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾ എങ്ങനെയാണ്? സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. മൃദുലോഹങ്ങൾ എങ്ങനെയാണ്? സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ. മൃദുലോഹങ്ങൾക്ക് സാന്ദ്രത എന്താണ്? സാന്ദ്രത കുറവാണ്. ഓക്കെ, സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് മൃദുലോഹങ്ങളായിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇനി നെക്സ്റ്റ് നോക്കാം. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപനില വൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവുമുള്ള വസ്തുക്കളാണ് എന്ത്? ലോഹങ്ങൾ. ഓക്കെ, ഉയർന്ന താപനില, വൈദ്യുത ചാലകത, ഖരാവസ്ഥ, തിളക്കവും കാഠിന്യമുള്ളവയാണ് ലോഹങ്ങൾ. ഇനി അലോഹങ്ങളാണ് പറയുന്നത്. അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നേരെ ലോഹങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അലോഹങ്ങൾ പൊതുവെ കാഠിന്യം കുറവാണ്, സൊണോരിറ്റി പ്രകടിപ്പിക്കുന്ന സാധാരണയായി താപജാലകങ്ങളല്ല കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ അലോഹങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ ഉള്ളവ, അതിൽ നമുക്ക് ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ഏതെന്ന് പറയുന്നത്? ബ്രോമിൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം എന്ന് പറയുന്നത്. ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം എന്ന് പറയുന്നത് ബ്രോമിനാണ്. ഓക്കെ, ഇനി ലോഹങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ അലോഹങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലോഹങ്ങളുടെ അടുത്തെത്തി. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം തന്നെ തൊട്ടടുത്ത് തന്നിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. ഓക്കെ, മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. മഗ്നീഷ്യം റിബൺ കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്നിട്ട് എന്താവും? മഗ്നീഷ്യം ഓക്സൈഡ് എന്നിട്ടുള്ള വെളുത്ത പൊടി ഉണ്ടാവുന്നു അല്ലേ? വെളുത്ത പൊടി ഉണ്ടാവുന്നു. അപ്പോൾ മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്ത് കിട്ടുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2Mg + O2 ഈസ് 2MgO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് ഈ പ്രവർത്തനം ഉണ്ടായ മഗ്നീഷ്യം ഓക്സൈഡ് ബീക്കറിലെ ജലത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ഏത് നിറത്തിലാണ് ഉണ്ടാവുക? ഓക്കെ, അപ്പോൾ ചുവന്ന ലിറ്റ്മസ് എന്തായി മാറും എന്നാണ് നമുക്ക് കാണാൻ ഇവിടെ കഴിയുന്നത്. ചുവന്ന ലിറ്റ്മസ് എന്തായി മാറും? നീലയായി മാറും. അതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അതിനൊരു ബേസിക് സ്വഭാവമാണ്. ഓക്കെ, ബേസ് സ്വഭാവമാണുള്ളത്. ഓക്കെ, ആൽക്കലി സ്വഭാവമാണുള്ളത്. ഓക്കെ, ആൽക്കലി സ്വഭാവമാണ്, ബേസ് സ്വഭാവമാണുള്ളത്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡിൽ ജലത്തിൽ ലയിച്ചുണ്ടാവുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. ഓക്കെ, മഗ്നീഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ജലത്തിൽ ലയിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. അതെന്താണ്? ഒരു ബേസാണ്. ഓക്കെ, മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. ഓക്കെ, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജൻ പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാകുന്നു. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. ചില ലോഹങ്ങൾ ഓക്സിജൻ പുറമെ വായുവിലെ ജലാംശം, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവയിൽ കൂടിച്ചേർന്ന് മറ്റ് ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. ഓക്കെ, ലോഹത്തിൻ്റെ ഓക്സൈഡുകൾ എങ്ങനെയാണ്? ഒരു ബേസിക് സ്വഭാവമുള്ളവയാണ്. ആരൊഴികെ? വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും ലോഹ ഓക്സൈഡുകൾ പൊതുവെ എങ്ങനെയാണ്? ബേസിക് സ്വഭാവമുള്ളവയാണ്. ഇനി അലോഹ ഓക്സൈഡുകളാണ്. ഓക്കെ, അലോഹ ഓക്സൈഡ് കാർബൺ ഓക്സിജനുമായി സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, അലോഹങ്ങളാണ് കാർബണും ഓക്സിജനും. അപ്പോൾ ആ അലോഹങ്ങൾ തമ്മിൽ ചേർന്ന് കാർബൺ എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കിട്ടുന്നു. ഓക്കെ, ഇനി ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് സോഡാ വെള്ളമാണ്. ഈ ഇക്വേഷൻ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ്
ഉയർന്ന മർദ്ദത്തിൽ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സോഡാ വെള്ളം ഉണ്ടാവുന്നു. CO2+H2O H2CO3 ഉണ്ടാവുന്നു. നീല ലിറ്റ്മസിനെ അതിൽ മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണപ്പെടുന്നു? ചുവന്നതായിട്ട് കാണപ്പെടുന്നു. അതെന്താണ്? അസിഡിക് സ്വഭാവമാണുള്ളത്. എന്താണ്? സോഡാ വെള്ളത്തിന് എന്താണ്? അസിഡിക് സ്വഭാവമാണുള്ളത്. ഇതിൽ എന്ത് ഉണ്ടാവുന്നു? കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. ഇതിലെന്താ ഉണ്ടാവുന്നത്? കാർബോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന് അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അതായത് അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവമാണ്. ലോഹ ഓക്സൈഡുകളാണെങ്കിൽ അവ ബേസ് സ്വഭാവവും, അലോഹ ഓക്സൈഡുകളാണെങ്കിൽ അത് അസിഡിക് സ്വഭാവവുമാണ് കാണിക്കുന്നത്. ഇനി ലോഹനാശനാണ് പറയുന്നത്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹനാശനം എന്ന് പറയുന്നത്. ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി പ്രവർത്തിച്ചിട്ട് വേറെ സംയുക്തങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം തുടങ്ങിയവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇരുമ്പ് തുരുമ്പിക്കാൻ കാരണം അന്തരീക്ഷ വായുവിലെ ഓക്സിജനും ജലാംശവുമാണ്. അതുപോലെ തന്നെ കറിയുപ്പ് പോലെയുള്ള ലവണങ്ങളുടെ സാന്നിധ്യവും തുരുമ്പിക്കൽ വേഗത്തിലാവുന്നു. അതുകൊണ്ടാണ് കടൽ തീരത്തെ വീടുകളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗം തുരുമ്പിക്കുന്നത്. അവിടെ നമുക്ക് എന്താണ്? ഉപ്പ് പോലെയുള്ള ലവണങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ജനലുകൾ വേഗം തുരുമ്പിക്കുന്നത്. ഇനി ഇരുമ്പ് കൂടാതെ ഒരുപാട് ലോഹങ്ങൾ അന്തരീക്ഷമായ പ്രവർത്തനം വഴി നാശം, ചെമ്പ്, അലുമിനിയം ഒക്കെ ഏകദേശം നമ്മൾ ഇരിക്കും തോറും മാറ്റം സംഭവിക്കുന്നവയാണ്. രാസപ്രവർത്തന ശേഷി കൂടിയ സോഡിയം, പൊട്ടാസ്യം മണ്ണെണ്ണയിലാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും സോഡിയം, പൊട്ടാസ്യം എന്നിവ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാവുന്നത്? എന്തുകൊണ്ടാണ് സോഡിയം, പൊട്ടാസ്യം മണ്ണെണ്ണയിൽ? അവ എന്ത് ചെയ്യുന്നു? വായുവും ഈർപ്പവുമായിട്ട് കൂടിച്ചേർന്ന് വേറൊരു സംയുക്തം, വായുവിൻ്റെയും ഈർപ്പത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? വേറൊരു സംയുക്തമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവയുടെ ഘടനയ്ക്ക് ചേഞ്ച് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡിയം, പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു? മണ്ണെണ്ണയിലാണ് നമ്മൾ ഇട്ട് സൂക്ഷിക്കുന്നത്. നമുക്കറിയുന്നത് നാരങ്ങ അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഇരുമ്പ് കത്തി കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് നന്നായി തുടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പിക്കും. അതുപോലെ നാരങ്ങയിൽ എന്താണ്? ആസിഡ് സ്വഭാവമാണുള്ളത് നാരങ്ങയ്ക്ക്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആസിഡുകളുടെ സാന്നിധ്യത്തിലും ഇരുമ്പ് എന്ത് ചെയ്യുന്നു? വേഗം തുരുമ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വായു, ജലാംശം, അതുപോലെ തന്നെ കറിയുപ്പ് തുടങ്ങിയ ലവണങ്ങളുടെ സാന്നിധ്യത്തിലും ആസിഡുകളുടെ സാന്നിധ്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഇരുമ്പ് വേഗം തുരുമ്പിക്കാം. അപ്പോൾ അലുമിനിയവും ഇരുമ്പും ആസിഡുകളുമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലുമിനിയവും ഇരുമ്പും ആസിഡുമായി അതുകൊണ്ടാണ് നമുക്ക് അലുമിനിയം പാത്രത്തിലോ ഇരുമ്പ് പാത്രത്തിലോ ഒന്നിലും നമ്മൾ അല്ലെങ്കിൽ ഇരുമ്പ് കത്തികൾ കൊണ്ടോ നമുക്ക് നാരങ്ങ അച്ചാറുകളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അച്ചാറുകൾ, തൈര് തുടങ്ങിയ പുളിരസമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇരുമ്പ് പാത്രങ്ങളിൽ, അലുമിനിയം പാത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം തന്നെ ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോഹത്തിന് നാശനം സംഭവിക്കും. ഇനി ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകും, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയും ധനനഷ്ടം ഉണ്ടാകും എന്നുള്ള കാരണങ്ങളാണ്. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകും, അതുപോലെ വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു, ധനനഷ്ടം ഉണ്ടാകുന്നതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ തുരുമ്പ് ആകമാനം ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പിൻ്റെ ഏകദേശം 20% ഓരോ വർഷം തുരുമ്പിച്ച് ഉപയോഗശൂന്യമാകുന്നു. അതുകൊണ്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കിയെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുന്നതുണ്ട്, എണ്ണ പുരട്ടി വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനാണ്. അതുപോലെ അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇനി അലുമിനിയം പാത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾക്ക് പകരം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ നാം കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് ലോഹസങ്കരമാണ് ഇരുമ്പിൻ്റെ ഒരു ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ സങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതായത് ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് ലോഹസങ്കരങ്ങൾ ആക്കി മാറ്റുന്നു. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തെ തടയാനും കഴിയും. അപ്പോൾ ലോഹസങ്കരങ്ങൾ പ്രത്യേകത അവയ്ക്ക് എന്ത് ചെയ്യും? ലോഹനാശനം ഒരു പരിധി വരെ തടയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. അപ്പം ഇരുമ്പും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ ചേർന്ന്? ഇരുമ്പും
കാർബണും തമ്മിൽ ചേർന്നിട്ടുള്ള ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതുപോലെ കോപ്പറും സിങ്കും ചേർന്നതാണ് പിച്ചള ബ്രാസ് എന്ന് പറയുന്നത്. കോപ്പറും സിങ്കും ചേർന്നതാണ്. വെള്ളോട് അഥവാ വെങ്കലം എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ആറന്മുള കണ്ണാടിയുടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ടല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ, ടിന്ന് തുടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ടുകൾ ചേർത്തുകൊണ്ടാണ്. ഏതൊക്കെയാണ് ആറന്മുള കണ്ണാടിയിലുള്ളത്? കോപ്പറും ടിന്നും ചേർത്തിട്ടുള്ള പ്രത്യേക ലോഹക്കൂട്ടുകൾ കൊണ്ടാണുള്ളത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇത് യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ കൈകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, കോപ്പറും ടിന്നും ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ പെട്ടെന്ന് തുരുമ്പിക്കുന്നു. തുരുമ്പ് പാളികളായി ഇളകി പോകുന്നു. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായി നശിക്കും. എന്നാൽ അലുമിനിയം, കോപ്പറും അന്തരീക്ഷ വായുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായി നശിപ്പിക്കില്ല. ആരൊക്കെ? അലുമിനിയം, കോപ്പറും. അലുമിനിയത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ്, കോപ്പറിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ക്ലാവ് അഥവാ ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായി വർത്തിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിന്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരാവരണമായി ഉണ്ടെങ്കിലും അതിൽ സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ ലോഹം വീണ്ടും അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അലുമിനിയത്തിന്റെ കാര്യമാണ് പറയണത്. അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് ആണ് അലുമിനിയത്തെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പർ, നമ്മുടെ ചെമ്പിന്റെ മണ്ടയിൽ ഉണ്ടാകുന്ന ക്ലാവ്, ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് കോപ്പറിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇരുമ്പിൻ്റെ മുകളിലുണ്ടാകുന്ന തുരുമ്പ് എന്ന് പറയുന്നത് മൂലം വീണ്ടും അവിടെ സുഷിരങ്ങളാണ് ഉള്ളത്, തുരുമ്പ് എന്ന് പറയുന്നിടത്ത്. അപ്പോൾ വീണ്ടും നേരിട്ടിട്ട് അന്തരീക്ഷ വായുമായിട്ട് ഇരുമ്പ് വീണ്ടും സമ്പർക്കത്തിൽ പെടുകയും തുരുമ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട് വേണം? ഓക്കെ, ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ മനുഷ്യ ശരീരത്തിന് ആവശ്യമായതുള്ളതാണ്. അപ്പോൾ സ്വതന്ത്ര ലോഹങ്ങളായല്ല ഇവ ശരീരത്തിൽ കാണപ്പെടുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. അറിയാലോ, ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്? ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുക എന്നതിന് പുറമെ എന്തൊക്കെ ചെയ്യുന്നു? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മുടെ കാൽസ്യത്തിനെ കൊണ്ട് കഴിയും. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും കാൽസ്യമാണ്. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിലാണ് ലഭിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചേരുംപടി കോളങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളിയുടെ പ്രത്യേകത എന്താണ്? വെള്ളി ഉയർന്ന വൈദ്യുത ചാലകതയുള്ളതാണ്. വെള്ളിയാണ് Ag. ഓക്കെ, അടുത്തത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനത്തിൻ്റെ പ്രത്യേകത ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്. പ്ലാറ്റിനം PT എന്ന് എഴുതുന്നു. ഓക്കെ, സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി ഉള്ള ലോഹമാണ്. അത് Au എന്നുള്ള ഓറം എന്നുള്ള രീതിയിൽ വരുന്നു. ഓക്കെ, ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സ് നൽകിയിരിക്കുന്നു. ഇവയിൽ ചൂടുന്ന സാഹചര്യത്തെ അനുയോജ്യമായവ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇതും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാവുന്നത് എന്തിനാണ്? ചെമ്പിനാണ്. ഓക്കെ, ചെമ്പിന്. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് വെള്ളിക്കാണ്. ദെൻ കൈവെള്ളിയിൽ വെച്ച ഉരുകുന്ന ലോഹമാണ് ഗാലിയം എന്ന് പറയുന്നത്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒന്നാണ് മെർക്കുറി എന്ന് പറയുന്ന ലോഹം. അടുത്തത് എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിന് സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് കാൽസ്യം എന്ന് പറയുന്നത്.